സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം കാണിക്കുന്ന വലിയൊരു മണ്ടത്തരമുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ അതിനെ മണ്ടത്തരം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ച് അതൊരു മണ്ടത്തരമായി തന്നെയാണ് നിലനിൽക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില നിയമസഭാ സീറ്റുകളിൽ CPM മത്സരിക്കാതെ ആ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നതാണ് ഈ മണ്ടത്തരം എന്ന് പറയുന്നത്. മുന്നണി മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വീതം വയ്ക്കൽ നടക്കുന്നതെങ്കിലും ഈ മുന്നണി മര്യാദകൾ ഒട്ടും പാലിക്കാത്തവരാണ് CPMൻ്റെ ഘടകകക്ഷികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ തവണയും സീറ്റ് വർധനവ് വേണം എന്ന് ആവശ്യം സ്ഥിരമായി ഉന്നയിക്കുന്നവരാണ് CPIക്കാർ. അതുപോലെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സീറ്റ് വിഭജന സമയത്ത് സീറ്റ് കൂടുതൽ വേണമെന്ന് തന്നെയാണ് മറ്റു ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് മുന്നണി ചർച്ചകൾ നടക്കുമ്പോൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും ചെയ്യാൻ പല ഘടകകക്ഷികളും തയ്യാറാവുകയുമില്ല. എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് CPM മാത്രമായിരിക്കും. എന്നാൽ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് ജയിക്കണമെങ്കിൽ CPMൻ്റെ സഹായം കൂടിയേ തീരുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് ഈ നന്ദി അവർ പ്രകടിപ്പിക്കുമെങ്കിലും ഇലക്ഷനിൽ ജയിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ സമയം വന്നാൽ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച CPM പ്രവർത്തകരോട് പലരും കാണിക്കാറില്ല എന്നുള്ളതും കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രധാനപ്പെട്ട ചില സീറ്റുകളിൽ CPM മത്സരിക്കാതെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന കാര്യമാണ്. CPM അവിടെ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും ആ സീറ്റ് ഘടകകക്ഷി CPMന് വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി ബലം പ്രയോഗിച്ച് ഇവരിൽ നിന്നും പിടിച്ചെടുത്താൽ പിന്നെ മുന്നണി മാറ്റം, ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കൽ, അപവാദ പ്രചരണം എന്നിങ്ങനെ മറ്റു കലാപരിപാടികളുമായി ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എന്തു വന്നാലും നഷ്ടം CPMന് തന്നെയാണ്. LDF സ്ഥാനാർത്ഥികളായി CPMൻ്റെ ഘടകകക്ഷികൾ മത്സരിക്കുകയും എന്നാൽ കാലങ്ങളായി വിജയിക്കാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്ഥിരമായി മത്സരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിയമസഭാ മണ്ഡലം. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഹരിപ്പാട് നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് സമയത്ത് വാർത്തകളിലെത്തും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 എണ്ണം LDF പിടിച്ചെടുത്തപ്പോൾ ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് LDF തോറ്റത്. ഹരിപ്പാട് നിയമസഭാ മണ്ഡലം LDFൽ CPIക്കാണ് നൽകിയിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,666 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമേശ് ചെന്നിത്തല മണ്ഡലത്തിൽ ജയിച്ചത്. 2016 രമേശ് ചെന്നിത്തല ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ CPIയുടെ P പ്രസാദിനെ തോൽപ്പിക്കുമ്പോൾ ഭൂരിപക്ഷം 18,621 ആയിരുന്നു. 2016 നിന്നും 2021 എത്തുമ്പോൾ ഏകദേശം 5,000-ഓളം വോട്ടുകൾ ചെന്നിത്തലയ്ക്ക് കുറഞ്ഞു എന്ന് കാണാൻ കഴിയും. ഈ സാഹചര്യത്തിലാണ് നമ്മൾ മുൻപേ പറഞ്ഞ ആ സാധ്യത വരുന്നത്. CPI സ്ഥാനാർത്ഥിക്ക് പകരം മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ജയം LDFനൊപ്പം നിന്നേനെ എന്നുള്ള സാധ്യത. ഇത്തരത്തിൽ പല മണ്ഡലങ്ങളിലും മികച്ച LDF സ്ഥാനാർത്ഥിയുടെ അഭാവം കൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രക്ഷപ്പെട്ടു പോകുന്നതെന്നുള്ള വാദം തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലൊരു മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലം. കോൺഗ്രസ് നേതാവും നിലവിൽ സംസ്ഥാന പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് പറവൂർ. ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPIയാണ്. 2001 മുതൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന VD സതീശൻ അതിനുശേഷം ഒരു തവണ പോലും തോറ്റിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കണം. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ CPI ശ്രമിക്കാത്തതാണ് മണ്ഡലത്തിൽ ഇടതുപക്ഷം സ്ഥിരമായി തോൽക്കുന്നത് എന്നാണ് CPM വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ CPM നേതൃത്വം നൽകുന്ന LDF കൈക്കൊള്ളുമെന്നാണ് സൂചനകൾ. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് പറവൂർ നിയമസഭാ മണ്ഡലം CPM ഏറ്റെടുക്കുമെന്നും എറണാകുളം ജില്ലയിലെ തന്നെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കും എന്നുമാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല VD സതീശനെതിരെ മണ്ഡലത്തിനുള്ളിൽ നിലനിൽക്കുന്ന ചില അടിയൊഴുക്കുകൾ കൂടിയാകുമ്പോൾ മണ്ഡലം ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും CPM കരുതുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ VD സതീശൻ വിജയിച്ചത്. 21,301 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് CPI സ്ഥാനാർത്ഥി MD നിക്സണെ സതീശൻ തോൽപ്പിച്ചത്. പറവൂർ മണ്ഡലം NDA മുന്നണിയിൽ BDJS മത്സരിക്കുന്ന മണ്ഡലമാണ്. 2021 BDJS സ്ഥാനാർത്ഥിയായ AB ജയപ്രകാശ് 12,964 വോട്ടുകളാണ് നേടിയത്. തൊട്ടുപിറകിലേക്ക് പോയാൽ, അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ മണ്ഡലത്തിൽ നേടിയത്
74,985 വോട്ടുകളാണ്. CPI സ്ഥാനാർത്ഥിയായ ശാരദാ മോഹൻ 54,351 വോട്ടുകളും അന്ന് നേടി. അന്ന് മണ്ഡലത്തിലെ BDJ സ്ഥാനാർത്ഥിയായ ഹരി വിജയൻ 28,097 വോട്ടുകൾ പിടിച്ചെടുത്തിരുന്നു. അന്ന് സതീശൻ മണ്ഡലത്തിൽ വിജയിച്ചത് 20,364 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 2021 വരുമ്പോൾ VD സതീശന് 8,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചതായി മനസ്സിലാക്കാം. അതേസമയം BDJ സ്ഥാനാർത്ഥിക്ക് 15,000-ലധികം വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ കുറഞ്ഞത്. ഈ വോട്ടുകൾ VD സതീശനാണ് ലഭിച്ചത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പറവൂർ മണ്ഡലത്തിൽ VD സതീശൻ തോൽക്കുമെന്ന് വെള്ളാപ്പള്ളി ഉറപ്പിച്ചു പറയുന്നത്. ഇടതുപക്ഷം മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും VD സതീശൻ തോൽക്കുമെന്നുള്ള സൂചനകളാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത്. BDJ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വരെ പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2016-ലെയും 2021-ലെയും തിരഞ്ഞെടുപ്പ് കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ BDJSന്റെ വോട്ടുകൾക്ക് മണ്ഡലത്തിലെ വിജയ് ആരാണെന്നുള്ളതിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന VD സതീശന്റെ തലവേദന ഒരു വെള്ളാപ്പള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മറ്റൊരു സാമുദായിക സംഘടനയായ NSS VD സതീശനെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അതിപ്പോഴുള്ള സംഭവമല്ല, സംഭവം നടന്നിട്ട് കുറച്ച് നാളുകളായി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ VD സതീശനെതിരെ രംഗത്ത് വന്നപ്പോൾ പുള്ളിക്ക് മറുപടിയുമായി സതീശനും എത്തിയിരുന്നു. വാക്കുതർക്കങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ എന്നെ കാണാൻ വന്നു എന്നും തെരഞ്ഞെടുപ്പിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നും സുകുമാരൻ നായർ തുറന്നു പറഞ്ഞത്. മാത്രമല്ല, ഇനി മണ്ഡലത്തിന് സ്ഥാനാർത്ഥിയായി നിന്നാൽ VD സതീശൻ ജയിക്കില്ലെന്നും സുകുമാരൻ നായർ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷം NSSുമായി ഒരു പരസ്യ ഏറ്റുമുട്ടലിന് സതീശൻ ഒരുങ്ങിയില്ല എന്നുള്ളതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ 2 സാമുദായിക സംഘടനകളായ NSSും അതുപോലെ തന്നെ SNDPയും VD സതീശനെതിരെ നിലകൊള്ളുകയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് മണ്ഡലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് CPM കണക്കുകൂട്ടുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് ഉഭയകക്ഷി ചർച്ചയിലൂടെ CPIയിൽ നിന്നും CPM മണ്ഡലം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. CPMന്റെ ആവശ്യത്തിന് CPI വഴങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി ജനവിധി തേടുമെന്ന കാര്യം ഉറപ്പിക്കാം. CPM മണ്ഡലം ഏറ്റെടുക്കുകയാണെങ്കിൽ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം പറവൂർ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിൽ CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ S സതീഷിനാണ്. എറണാകുളം ജില്ലയിലെ പാർട്ടിയുടെ യുവമുഖങ്ങളിൽ പ്രധാനിയായ സതീഷ് VD സതീശന് ശക്തനായ എതിരാളിയായി മാറുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. മാത്രമല്ല, പറവൂർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന മേഖലയുമായി സതീഷിന് നല്ല ബന്ധവുമുണ്ട്. CN മോഹനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തതിനെ തുടർന്നാണ് സതീഷ് എറണാകുളം ജില്ലാ സെക്രട്ടറിയായി എത്തിയത്. കോതമംഗലത്ത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച S സതീഷ് DYFI വായനശാലപ്പടി യൂണിറ്റ് സെക്രട്ടറിയായാണ് ഇടതുപക്ഷ പ്രവർത്തന മേഖലയിലേക്ക് എത്തുന്നത്. പിന്നീട് ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ DYFIയിൽ പ്രവർത്തിച്ചു. DYFIയുടെ മുഖമാസികയായ യുവധാരയുടെ മാനേജരായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുൻപ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനുമായിരുന്നു. പറവൂർ നിയമസഭാ മണ്ഡലം CPM ഏറ്റെടുക്കുകയും അവിടെ സതീഷ് മത്സരിക്കാൻ എത്തുകയും ചെയ്താൽ മണ്ഡലം ഇതുവരെ സാക്ഷ്യം വഹിച്ചതിനേക്കാൾ മികച്ച ഒരു മത്സരത്തിനായിരിക്കും അവിടെ കളമൊരുങ്ങുക എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ജാതി സമവാക്യങ്ങളും മറ്റും വിജയം നിശ്ചയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന പറവൂർ. മിക്ക സാമുദായിക സംഘടനകളും VD സതീശനുമായി നല്ല രസത്തിലല്ല എന്നുള്ളതും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയും ചേന്ദമംഗലം, ചിറ്റാറ്റുകര, ഏഴിക്കര, കോട്ടുവള്ളി, പുത്തൻവേലിക്കര, വരാപ്പുഴ, വടക്കേക്കര എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പറവൂർ നിയമസഭാ മണ്ഡലം. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പറവൂർ മുനിസിപ്പാലിറ്റിയും മറ്റ് ഗ്രാമപഞ്ചായത്തുകളും ആര് നേടും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ സൂചനകൾ എത്തുന്നത്. 2001 മുതൽ ഇങ്ങോട്ട് നടന്ന 5 തെരഞ്ഞെടുപ്പുകളിലും VD സതീശൻ കൈവശം വച്ചിരുന്ന നിയമസഭാ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് CPM കണക്കുകൂട്ടുന്നത്. 5 തവണയും VD സതീശന് മുന്നിൽ തോറ്റ CPI ഉഭയകക്ഷി ചർച്ചയിൽ വലിയ എതിർപ്പുകൾ ഉയർത്താതെ മണ്ഡലം വിട്ടുകൊടുക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. പകരം മറ്റൊരു മണ്ഡലം CPM CPIക്ക് നൽകിയേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ CPI സ്ഥിരമായി മത്സരിച്ച് തോൽക്കുന്നതും എന്നാൽ CPM മത്സരിക്കാനെത്തിയാൽ മാറ്റം വരുമെന്ന് കരുതുന്നതുമായ മറ്റു ചില മണ്ഡലങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ കൈമാറ്റ ചർച്ചകൾ നടക്കുന്നുണ്ട്.
മൂന്നാം തവണയും അധികാരത്തിലെത്തണമെങ്കിൽ LDF-ൽ ചില നീക്കുപോക്കുകൾ അനിവാര്യമാണെന്ന തിരിച്ചറിവ് LDF-ലെ ഘടകകക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ CPM-ന്റെ നിബന്ധനകൾ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന ചിന്തയാണ് LDF-ലെ പല ഘടകകക്ഷികൾക്കും. അതിലാദ്യപടി എന്ന നിലയിലാണ് പറവൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ CPM ആരംഭിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ VD സതീശനെതിരെ നിലനിൽക്കുന്ന അതൃപ്തിയും മണ്ഡലത്തിൽ സാമുദായിക സംഘടനകൾ സതീശനെതിരെ നിൽക്കുന്നതും CPM നല്ല അവസരമായി തന്നെയാണ് കാണുന്നത് എന്നുള്ളതും കൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാം.